ഒരമ്മയ്ക്ക് കൊച്ചിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു നല്ല ജന്മം. ഇത് ബൈബിൾ പറയുന്നു. യേശുക്രിസ്തു പ്രസംഗിക്കുകയായിരുന്നു. മനോഹരമായ പ്രസംഗം. പ്രസംഗത്തിനിടയ്ക്ക് രോഗശാന്തികള്, നല്ല ചെത്തിമിനിക്കുക പോലെയുള്ള വാക്കുകള്, കഥകള് ആളുകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആവേശഭരിതയായ ഒരു സ്ത്രീ എഴുന്നേറ്റ് ഓടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നിന്നെ പ്രസവിച്ച അമ്മയ്ക്ക് ശുദ്ധമായ ഒരു ഗർഭപാത്രമുണ്ടായിരുന്നു, നിന്നെ പാലൂട്ടിയ അമ്മയ്ക്ക് വിശുദ്ധമായ ഒരു ശരീരമുണ്ടായിരുന്നു നിനക്ക് പാല് തരാനായിട്ട്. അതുകൊണ്ടാണ് നീ ഇത്ര ശുദ്ധമായ വ്യക്തമായ രീതിയിൽ പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തു അല്ല എന്നൊന്നും പറഞ്ഞില്ല. യേശുക്രിസ്തു അത് അംഗീകരിച്ച് അങ്ങനെ കാത്ത് നിൽക്കുകയാണ്. കൈയുയർത്തി കൈവീശി ഹല്ലേലൂയ. ഒരമ്മയ്ക്ക് കൊച്ചിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ശുദ്ധമായ ഒരു ഗർഭപാത്രമാണ്. ഞാൻ വൈദികനാകുന്നത് 1982 ഡിസംബർ 19. അത് കഴിഞ്ഞ് അധികം താമസിയാതെ ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരും. എൻ്റെ അടുത്ത് അക്കാലത്ത് അങ്കമാലിയിലെ സുപ്പീരിയർ ആയിരുന്ന അച്ഛൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ 10-30 ക്രിസ്ത്യാനികളുടെ കുടുംബമുണ്ട്, അവരിങ്ങനെ കാട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ പോയി രാത്രിയിൽ ഒരു കുർബാന ക്രിസ്മസ് കാലത്ത് അവർക്ക് വേണ്ടി ചെല്ലണമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല തീക്ഷ്ണതയുള്ളൊരു സമയമാണ്. അച്ഛനായിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഞാനൊരു വണ്ടി കയറി അവിടെ എത്തി. വല്ലപ്പോഴും ആ കാട്ടുപ്രദേശത്ത് വണ്ടിയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ എസ്റ്റേറ്റിൽ ചെറിയ ചെറിയ കുടിലുകളൊക്കെ വെച്ച് കിട്ടിയ ആൾക്കാർ താമസിക്കുന്നവർക്ക് വേറെ വീടുകളൊക്കെ വേറെ സ്ഥലത്തുണ്ട്. ഞാൻ അവിടെ ചെന്ന് രാത്രി കുർബാന ചൊല്ലി. അവിടെ ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡിൽ, അത് പെട്ടെന്നുണ്ടാക്കിയൊരു ഷെഡാണ്. അവിടെ അടുത്തെങ്ങാണ്ട് കുറച്ച് അകലെയുള്ള ഒരു മഠത്തിൽ നിന്ന് കൊണ്ടുവന്ന കാസയും കുർബാന കുപ്പായൊക്കെ എടുത്താണ് കുർബാന ചൊല്ലിയത്. കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് രാത്രിയിൽ 2 മണിയോളായി. അപ്പോൾ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ഇനി അച്ഛനെ എന്ത് ചെയ്യും, ഇനി എവിടെ കിടത്തും? അവർക്ക് അങ്ങനെ നല്ല വീടുകളൊന്നുമില്ല. അവർ ആ കാര്യം അങ്ങനെ ആലോചിച്ചില്ല. വണ്ടി ഇല്ല താനും. ഇനി അടുത്ത വണ്ടി വരണമെങ്കിൽ രാവിലെ 8-9 മണിയൊക്കെ ആകണം. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, അച്ഛനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ്റെ കൂടെ ഞാൻ പോയി. ചേട്ടൻ്റെ കയ്യിൽ ഒരു ഗ്യാസ് ലൈറ്റ് പോലെയുള്ള ഒരു വിളക്കുണ്ട്. അങ്ങനെ ആ ചേട്ടൻ്റെ വീട്ടിലെത്തി. ചേട്ടൻ ടോർച്ചൊക്കെ എടുത്തു. ചേട്ടൻ്റെ ഭാര്യ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. ചേട്ടനൊരു പാ ചുരുട്ടി അദ്ദേഹത്തിൻ്റെ കഷത്തിൽ വെച്ചു. തലയണയുണ്ട്. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ഇവിടെയല്ല കിടക്കുന്നത്, വേറൊരു വീട്ടിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വീട്ടിലേക്ക് നടക്കുകയാണ്. കാട് പോലൊരു സ്ഥലം. അങ്ങനെ ആ വീട്ടിൽ ചെന്നു. അവിടെ ആരുമില്ല. കട്ടിൽ പോലെ തോന്നുന്ന ഒരു സ്ഥലത്ത് ആ ചേട്ടൻ ആ പായും അതുപോലെ തന്നെ തലയണയൊക്കെ വെച്ചു, പുതപ്പ് വിരിച്ചു തന്നു. ഒരു തിരിയും തീപ്പെട്ടി എനിക്ക് തന്നു. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു, അച്ഛനായതുകൊണ്ട് പേടി ഉണ്ടാകാൻ വഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, അച്ഛനായിട്ടാകെ 2-3 ദിവസമേ ആയിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ഈ വീട് കാലിയായത് ഒരാഴ്ച മുമ്പ് ഇതിനകത്തൊരു കൊലപാതകം നടന്നു, അതുകൊണ്ട് എല്ലാവരും പോലീസ് കേസിലാണ്, അവർക്ക് വീട് വിട്ടുപോയി, അങ്ങനെയാണ് കാലിയായതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി ചേട്ടനും അവിടെ തന്നെ ഉണ്ടാകുമെന്ന് വരും. ചേട്ടൻ കുറച്ച് നേരം കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ പോവുകയാണ്, തിരിയും തീപ്പെട്ടി അച്ഛന് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ വീണ്ടും പറഞ്ഞു, അച്ഛന്മാരായതുകൊണ്ട് പേടിയൊന്നും ഉണ്ടാകില്ല, പിശാചിനെയും പ്രേതങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ അച്ഛന്മാർക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. ഞാനവിടെ കിടന്നു. തീപ്പെട്ടി തിരി അധികം നേരം കത്തി നിൽക്കുകയില്ല. അതുകൊണ്ട് ഞാനത് പതുക്കെ കിടത്തി. കാരണം ഇനിയും വല്ല ആവശ്യം വന്നാലോ എന്ന് കരുതിക്കൊണ്ട് പതുക്കെ ഉറങ്ങി തുടങ്ങി. ഞാൻ എന്നോട് തന്നെ 2-3 പ്രാവശ്യം അച്ഛനാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉറങ്ങി തുടങ്ങിയപ്പോൾ ഒരു ഒച്ച കേട്ടു. ഞാൻ തീപ്പെട്ടി തെളിച്ച് തിരികത്ത് നോക്കിയപ്പോൾ അത് മുകളിട്ടിരിക്കുന്ന പനമ്പാണ്. വലിയ ഉയരമൊന്നുമില്ല, ഒരു 7 അടിയൊക്കെ കഷ്ടി ഉയരേ ഉള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി, വല്ല എലിയോ വല്ലതും ചാടിയതായിരിക്കുന്നു മനസ്സിലായി. അങ്ങനെ ആ 2-3 മണിക്കൂർ ഞാൻ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ അതിനകത്ത് കിടന്നു. കാരണം അവിടെ ഒരു കൊലപാതകം നടന്ന സ്ഥലമാണ്. അപ്പം ഞാൻ ഓർത്തു, ഒരു ഭ്രൂണഹത്യ നടന്ന, കൊലപാതകം നടന്ന ഒരു ഗർഭപാത്രത്തിലേക്ക് വരികയാണെന്ന് കരുതുക. അതവിടെ പേടിച്ച് വിറച്ചായിരിക്കും കഴിയുന്നത്. 10 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പേടിച്ച് വിറച്ചൊരു പ്രത്യേക അവസ്ഥയിലായിരിക്കും വരുന്നത്. അച്ഛനായി എൻ്റെ അവസ്ഥ അതാണെങ്കിലും ആ ഭ്രൂണത്തിൻ്റെ, ആ കൊച്ചിൻ്റെ അവസ്ഥ എന്തായിരിക്കും?
അതുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞത്, നിന്റെ അമ്മയ്ക്ക് ശുദ്ധമായ ഒരു ഗർഭപാത്രം ഉണ്ടായിരുന്നു. നിന്റെ അമ്മ നിന്നെ പാലൂട്ടിയതും ശുദ്ധമായ ഒരു ശരീരത്തിൽ നിന്നാണ്. അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരെയും ഇതുവരെ കൊല്ലാത്ത ഒരു ഗർഭപാത്രം. കൈയടിച്ച് കർത്താവിന് നന്ദിയും സ്തുതിയും പറയാം. അതുപോലെ തന്നെ വിശുദ്ധിയോടുകൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വ വികാസത്തിൻ്റെ ഏതാണ്ട് വലിയൊരു ഭാഗം ആയിക്കഴിഞ്ഞു. കോൺട്രാക്ടർമാർ ഈ കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, അച്ചോ കൂടുതൽ പണമാകാൻ പോകുന്നതിൻ്റെ അടിവശത്തിന് വേണ്ടിയാന്ന് പറഞ്ഞു. 4 നിലയുണ്ട്, അതനുസരിച്ച് അടി കൂടുതൽ വലുതാക്കണം. അടിപ്പണി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പുള്ള ആരംഭം വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിന് അവിടെ വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ഇനി ഗർഭസ്ഥ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിന് വലിയ പങ്കുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എലിസബത്തിന്റെ സംഭവം നാം വായിക്കുക. എലിസബത്ത് ഗർഭിണിയാണ്. കൊച്ച 6 മാസം പ്രായം. സ്നാപക യോഹന്നാനാണ് ഉള്ളിൽ കിടക്കുന്നത് ഗർഭസ്ഥ ശിശുവായിട്ട്. അപ്പോൾ പരിശുദ്ധ കന്യാമറിയം അവിടെ എലിസബത്തിന്റെ വീട്ടിൽ വരുന്നുണ്ട്. എലിസബത്തിന്റെ വീട്ടിൽ പരിശുദ്ധ കന്യാമറിയം വന്നപ്പോൾ എലിസബത്ത് സന്തോഷം കൊണ്ട് നിറഞ്ഞു, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഉടനെ ബൈബിൾ എഴുതി വച്ചിരിക്കുകയാണ്, എലിസബത്തിന്റെ ഉദരത്തിലെ കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനായിട്ട് തുടങ്ങി. കൈയടിച്ച് കർത്താവിന് നന്ദിയും സ്തുതിയും പറയാം. അങ്ങനെയാണെങ്കിൽ ഗർഭസ്ഥ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ്. 1-ാം മാസം, 2-ാം മാസം, 6-ാം മാസം അവിടെയെല്ലാം കുഞ്ഞിന് പരിശുദ്ധാത്മാവ് നിറയാനുള്ള പ്രാർത്ഥനകൾ വേണം. ഞാനിപ്പോഴും മീനങ്ങാടിയിലുള്ള ധ്യാനാലയത്തിലാണ്, ഡീപ്പോൾ ധ്യാനാലയം. അവിടെ ഗർഭിണികളായ ധാരാളം പേര് ധ്യാനിക്കാനായിട്ട് വരാറുണ്ട്. 6 മാസം ഗർഭിണികളായവർ, 7 മാസം ഗർഭിണികളായവർ. അങ്ങനെ വരാനൊരു കാരണം കൊണ്ട് ആരോ പറഞ്ഞ് അങ്ങനെ കേട്ടു. അവിടെ വന്ന് ധ്യാനം കൂടി. അതെല്ലാ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചും സത്യമാണ്. ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ വലിയ അസൗകര്യമൊന്നുമില്ലെങ്കിൽ ഒരു ധ്യാനം കൂടുകയാണെങ്കിൽ അത് കുഞ്ഞിന് നല്ലതാണ്, കുഞ്ഞ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, അമ്മയ്ക്ക് നല്ലതാണെന്ന് കേട്ടു. അങ്ങനെയാണ് അവർ വരിക. ഇതുപോലെ ഗർഭസ്ഥ കാലഘട്ടത്തിൽ അമ്മ ബൈബിള് വായിക്കുന്നു, സ്തുതിക്കുന്നു, ജപമാല ചെയ്യുന്നു, വയറ്റത്തെ കൈവച്ച് എൻ്റെ കുഞ്ഞിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞ് ജന്മനാ തന്നെ ഭൂമിയിലേക്ക് പ്രസവം വഴി ജനിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുകയാണ്. എലിസബത്തിന്റെ ഉദരത്തിലെ കുഞ്ഞ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അമ്മമാരെ എത്രയോ വലിയൊരു ഉത്തരവാദിത്തമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പന്മാരെ എത്ര വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പനും അമ്മയും ചേർന്ന് കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ മനസ്സിലൊക്കെ കണ്ട് ജപമാല ചെല്ലുമ്പോൾ എലിസബത്തിന്റെ വീട്ടിൽ സംഭവിച്ച അതേ കാര്യം തന്നെ നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് സംഭവിക്കും. അതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ആ കുഞ്ഞും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് ജനിച്ച മകനെക്കുറിച്ച് യേശുക്രിസ്തു പിന്നീട് ഒരിക്കൽ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനെ പോലെ മഹാനായ ഒരാളില്ലെന്ന്. കാരണം ഒരു പ്രത്യേക രീതിയിൽ തൻ്റെ അമ്മ വഴി ഗർഭത്തിൽ കിടക്കുന്ന ഉണ്ണിയേശു വഴി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനാണ് സ്നാപക യോഹന്നാൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ച യേശുക്രിസ്തു സ്ത്രീകളിൽ നിന്ന് മാത്രം ജനിച്ചതല്ലല്ലോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും മഹാൻ യോഹന്നാനാണെന്ന് യേശുക്രിസ്തു പറയുകയാണ്. അപ്പോൾ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള നല്ല കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. എന്തെങ്കിലും സമയമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് എന്നാ തിരക്കും ബഹളവും ഒക്കെ, എത്ര വലിയ ജോലിക്കാരാണേലും നിങ്ങളൊന്നെങ്കിലും തന്നെത്താൻ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങുക, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചൊരുങ്ങുക. ജനിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാനായി ശ്രമിക്കുക. അമ്മായിയമ്മമാര്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, മരുമകളോട് സ്നേഹപൂർവ്വം പെരുമാറുക. അവൾ ഒരു ഗർഭസ്ഥ കാലഘട്ടത്തിൽ ഒരു രാജ്ഞിയെ പോലെ കൊണ്ടു നടക്കുക.
അവളുടെ കൂടെ പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല കുഞ്ഞുങ്ങൾ കിട്ടാനായി പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവർ പ്രായപൂർത്തിയാകുമ്പോഴോ പിന്നീടോ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചവർക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള വീണ്ടും ജനനം നൽകേണ്ടിയിരിക്കുന്നു. കൈ നന്നായി അടിച്ച കർത്താവിന് നമുക്ക് നന്ദിയും സ്തുതിയും പറയാം. ഹല്ലേലൂയ. കൈയുയർത്തി കൈവീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനിച്ച കുഞ്ഞിനോട് നമുക്ക് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് വലിയ കടമയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്ന വേഗം സ്നാനപ്പെടുത്തുന്നത്. പിന്നെ നാം സ്നാനത്തോട് ചേർന്ന് തന്നെ വിശുദ്ധ കുർബാന കൊടുക്കുന്നു, സ്ഥൈര്യലേപനം നടക്കുന്നു. അപ്പോൾ ജനിച്ച കൊച്ചിനും മാതാപിതാക്കന്മാർ നൽകുന്ന വലിയൊരു ദാനമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം. അതുകൊണ്ടാണ് ചില വളരെ കൊച്ചുങ്ങളായ വിശുദ്ധന്മാരിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ നിറവും പ്രവർത്തനവും കാണാനായിട്ട് പറ്റും. ഡൊമിനിക് സാബിയോ പോലെയുള്ളവർ, മരിയാ ഗൊരേത്തി, കാർലോ, ഈ അടുത്ത കാലത്ത് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടൊരു ചെറുപ്പക്കാരൻ, കുഞ്ഞുനാളിൽ തന്നെ അവരിലെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണാൻ പറ്റും. അവരുടെ മാതാപിതാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നാം അത്ഭുതപ്പെടും. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ അപ്പൻ്റെ അമ്മയുടെയും ചരിത്രം, അവരും കത്തോലിക്കാ സഭയിലെ വിശുദ്ധർ തന്നെയാണ്. ഓരോ കൊച്ചിനും ജന്മം കൊടുത്ത രീതികളെക്കുറിച്ചൊക്കെ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. നമ്മുടെ അൽഫോൻസാമ്മയുടെ കാര്യത്തിലും നമുക്കിതുപോലെ മാതാപിതാക്കന്മാരെ കുറിച്ച് പഠിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് നമ്മുടെ ജനനവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അത് മാതാപിതാക്കന്മാർ അറിഞ്ഞിരിക്കണം. ജനിച്ചതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കും, കൊച്ചിനെല്ലാ കാര്യവും നമുക്ക് ചെയ്തു കൊടുക്കും, പഠിപ്പിക്കും, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഒരു കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ കെട്ടിടം മുകളിലേക്ക് പൊങ്ങി വരുന്നതിന് മുമ്പ് ചെയ്യുന്ന അതിൻ്റെ അടിത്തറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ ഇപ്പോൾ ഒരുങ്ങി കൊച്ചുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ധാരാളം പേര് കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ. അവർ ചിലർക്ക് 8 മക്കൾ, 9 മക്കൾ, 10 മക്കളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. എല്ലാവരും വലിയ സമ്പന്നരും മറ്റുമൊന്നുമല്ല. പക്ഷേ അവർ ആ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ ആയിരുന്ന അവസരത്തിൽ കാത്തലിക് ബിഗ് ഫാമിലി എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഏതാണ്ട് 25ഓളം പേരുണ്ടായിരുന്നു. കൽപ്പറ്റയിൽ ഒരു എബ്രാഹിം ഡോക്ടർ ഉൾപ്പെടെ അവർ ചില ആളുകളൊക്കെ ഇപ്പോൾ അന്നുണ്ടായിരുന്ന ചില ആളുകൾക്ക് അന്ന് ഒരു വ്യവസ്ഥ വെച്ചിരുന്നത് 40 വയസ്സ് 4 കുട്ടികളും എന്നുള്ളൊരു വ്യവസ്ഥയാണ് അതിനകത്ത് വെച്ചിരുന്നത് അംഗങ്ങളാകാനായിട്ട്. അവർ ചിലർക്ക് ഇപ്പോൾ 9 മക്കൾ വരെ ആയിട്ടുണ്ട്. കൈയടിച്ച കർത്താവിന് നന്ദിയും സ്തുതിയും പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നിങ്ങൾ ആത്മാവിലാണ് ജനിപ്പിക്കുന്നെങ്കിൽ വളർത്തിക്കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. നിങ്ങളവരെ ശാരീരികമായാണ് ജന്മം കൊടുക്കുന്നെങ്കിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമില്ല. ഞാനിപ്പോൾ ധ്യാനിപ്പിക്കാനായി പോയി തുടങ്ങിയിട്ട് ഏതാണ്ട് 80 മുതൽ പോകുന്നതാണ്. വർഷങ്ങൾ കുറേയായി. ഞാൻ പല സ്ഥലത്തും നേരത്തെ ധ്യാനിപ്പിച്ചിട്ടുള്ള പലരെയും കാണാറുണ്ട്. അപ്പം ചില ആൾക്കാർ പറയും, അന്ന് ധ്യാനത്തിൽ കൂടുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ, ഇളയ കൊച്ചിന് 7 വയസ്സായി. ധ്യാനത്തിൽ വെച്ചാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങൾ ശരിക്കും ആലോചിച്ചോ പ്രാർത്ഥിച്ചോ ഒരുങ്ങിയൊന്നും ജന്മം കൊടുത്തതല്ല. ആ കുഞ്ഞുങ്ങൾക്ക് ആ 2 കൊച്ചുങ്ങളെ തന്നെ വളർത്തിക്കൊണ്ടത് വളരെ കഷ്ടപ്പെട്ടാണ്. ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങിയെന്ന് ഏതാണ്ട് ഉറപ്പാകുമ്പോൾ കൊച്ചെഴുന്നേറ്റിരുന്ന് കരയാൻ തുടങ്ങും. അതിനെ പതുക്കെ ശാന്തമാക്കി കിടന്ന് പതുക്കെ ഉറങ്ങാൻ നേരം വീണ്ടും കരച്ചിൽ. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു 2 എണ്ണം മതിയെന്ന്. എന്നാൽ ധ്യാനം കൂടിയപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി. ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊന്നും ജന്മം കൊടുത്തതല്ല, ആഗ്രഹിച്ചും ജന്മം കൊടുത്തതല്ല. വെറുതെ ശാരീരിക ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്നുണ്ടായ കൊച്ചാണ്. കല്യാണം കഴിച്ച കൊച്ചുണ്ടാകും. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ആ കാലത്ത് അറിയാൻ പാടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴും മനസ്സിലായി, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടല്ല ജന്മം കൊടുക്കേണ്ടതെന്നും. ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും കുഞ്ഞുണ്ടാകാൻ ആഗ്രഹിച്ചു. ചെറിയൊരു ഓപ്പറേഷനൊക്കെ നടത്തി. ഞങ്ങൾക്ക് പിന്നീട് 3 കൊച്ചുങ്ങൾ കൂടി ഉണ്ടായി. ആ 3 കൊച്ചുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ വളരെ എളുപ്പമായിരുന്നു. അവർ വീട്ടിൽ വരുന്നവരോട് സന്തോഷപൂർവ്വം വർത്തമാനം പറയുന്നു. മറ്റു കൊച്ചുങ്ങളാണെങ്കിൽ അവർ ഓടി വാതിൻ്റെ ഇടയിൽ പോയി വിളിക്കുമായിരുന്നു, കട്ടിലിൻ്റെ ഇടയിൽ പോയി ഇരിക്കുമായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴും ഈ കുട്ടികൾ വളരെ സന്തോഷമായി ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നു, വർത്തമാനം പറയുന്നു. വിശക്കുമ്പോൾ അവർ ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു.
വളരെ എളുപ്പമായിരുന്നു അവരെ വളർത്തിക്കൊണ്ട് വരാനായിട്ട്. കൈയടിച്ച കർത്താവിന് നന്ദിയും സ്തുതിയും പറയും. നാം എത്ര ശ്രദ്ധാപൂർവ്വം വളർത്തിക്കൊണ്ട് പോന്നാലും മക്കൾ വഴിതെറ്റി പോകാമെന്ന് പറയാൻ വേണ്ടിയാണല്ലോ യേശുക്രിസ്തു ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞത്. ഇതുപോലെ നാം എത്ര ശ്രദ്ധാപൂർവ്വം പ്രാർത്ഥിച്ചൊക്കെ ജന്മം കൊടുത്താലും ചിലപ്പോൾ ചില വൈകല്യങ്ങളോ പ്രത്യേകതകളോ കണ്ടെന്നിരിക്കാം. അതും നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതം ഒരു മഹാരഹസ്യമാണെന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാം. കൈയടിച്ച് കർത്താവിന് നമുക്ക് നന്ദിയും സ്തുതിയും പറയാം. പ്രായപൂർത്തിയായ ഒരാൾ പരിശുദ്ധാത്മാവ് കൊണ്ട് വീണ്ടും ജനിക്കാനായിട്ട് അയാൾ സ്വയം ആഗ്രഹിക്കണം. എത്ര നല്ല മനുഷ്യനാണെങ്കിലും, എത്ര നല്ല അപ്പസ്തോലിക സഭയിൽപ്പെട്ട ഒരാളാണ്, കത്തോലിക്കനാണെങ്കിലും ഓർത്തഡോക്സുകാരനാണ്, യാക്കോബായക്കാരനാണെങ്കിലും ബൈബിൾ പറയുകയാണ് ആ വ്യക്തി പരിശുദ്ധാത്മാവ് കൊണ്ട് വീണ്ടും ജനിക്കാനായിട്ട് ആഗ്രഹിക്കണം. ഏറ്റവും നല്ല മനുഷ്യൻ, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോണവരാണെങ്കിലും പരിശുദ്ധാത്മാവോട് നിറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ കാര്യം യേശു പറയുന്ന വളരെ നല്ലവനായ ഒരു യഹൂദ പണ്ഡിതനോടാണ്, നിക്കോദേമോസിനോടാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പരിശുദ്ധാത്മാവ് കൊണ്ട് വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയായി മാറണം, അല്ലെങ്കിൽ താങ്കൾക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതയായ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ എന്ന് ശരിക്കും അനുഭവിക്കാൻ പറ്റുകയില്ല. അതൊക്കെ ഉണ്ടെന്ന് താങ്കൾ കരുതും. പക്ഷെ ശരിക്കും ദൈവരാജ്യത്തിൽ വന്നുവെങ്കിലും താങ്കൾക്ക് വീണ്ടും ജനിക്കാതെ സാധിക്കുകയില്ല. നമുക്കും ശരിക്കും ദൈവസ്നേഹം എന്താണെന്ന് അറിയണമെങ്കിലും പരിശുദ്ധാത്മാവ് കൊണ്ട് വീണ്ടും ജനിക്കാതെ നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് എത്ര പ്രായമായാലും അനുദിനം എന്നതുപോലെ ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് വീണ്ടും ജനിക്കാനായിട്ട് ആഗ്രഹിക്കണം. അതിനുവേണ്ടി നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കൈ നന്നായി അടിച്ച കർത്താവിന് നന്ദിയും സ്തുതിയും പറയാം. എൻ്റെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1980 എനിക്കുണ്ടായ ഒരു ആത്മീയ അഭിഷേകത്തെക്കുറിച്ചാണ് ഞാൻ പറയുക. 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു പുസ്തകം, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ചരിത്രം ഞാൻ വായിച്ചു. അതിനകത്ത് ആ പുണ്യവതിക്കുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മാതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും മാതാവ് സംസാരിക്കുന്നത് പോലെ, ചിരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളും, അതുപോലെ അമ്മയുടെ സ്നേഹം കിട്ടാതെയാണ് കൊച്ചുത്രേസ്യ വളർന്നു വരുന്ന വേറൊരു സ്ത്രീയാണ് കൊച്ചുത്രേസ്യയെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി മൂലകുട്ടിയൊക്കെ വളർത്തിക്കൊണ്ട് വരിക. കാരണം അമ്മ കഠിന രോഗിയായിരുന്നു. അതുകൊണ്ട് കൊച്ചുത്രേസ്യ വളരെ ഭയത്തിലും ദുഃഖത്തിലൊക്കെയാണ് വളർന്നു വരിക. ഒരു ദിവസം അത്ഭുതകരമായ രീതിയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭയമൊക്കെ മാറി കൊച്ചുത്രേസ്യയ്ക്ക് വീണ്ടും ഒരു ധൈര്യം ലഭിക്കുകയാണ്. ഇതൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതല്ലെങ്കിൽ 7-8 വയസ്സുള്ള എനിക്കിങ്ങനെ തോന്നി, എനിക്കും ഇങ്ങനെ ദൈവാനുഭവം വേണമെന്ന് തോന്നി. ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. 10 കഴിഞ്ഞ് ഞാൻ സെമിനാരിൽ ചേർന്നു. സെമിനാരിയിലും പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ നോവിഷ്യേറ്റിൽ വന്നു. നോവിഷ്യേറ്റിൻ്റെ അവസാനമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ദൈവാനുഭവം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അവസാന കാലഘട്ടമായപ്പോൾ അന്നത്തെ സുപ്പീരിയർ ജനറലായ കമ്മട്ടി അച്ഛനോട് പറഞ്ഞു, എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ദൈവാനുഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, ചെറുപക്ഷേ എൻ്റെ വിളി ഇതായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം ബ്രദറിനെ കുറിച്ച് വലിയ സന്തോഷമാണ്, ദൈവാനുഭവം ഇനിയും ഉണ്ടാകാമല്ലോ, അതുകൊണ്ട് ബ്രദറിന് വിരോധം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. എൻ്റെ തിയോളജി പഠനം കഴിഞ്ഞു. അച്ഛനാകാൻ ഇനി ഏതാണ്ട് കഷ്ടി 1.5 കൊല്ലമേ ഉള്ളൂ. എനിക്ക് ആ സമയത്ത് ഭയങ്കരമായ ഒരു സംശയവും ഒക്കെ എൻ്റെ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് ഞാൻ പള്ളികളിൽ പോയി ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നു, വിശുദ്ധന്മാർക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു. എനിക്കിതുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒട്ടും ഉണ്ടാകാത്ത അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ആൾക്കാരോട് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് ദൈവാനുഭവം വേണമെന്നൊക്കെ പറയും. എനിക്ക് തോന്നി എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു ഗതികെട്ട ഒരു ജീവിതമായി പോയല്ലോ. ഞാൻ അനുഭവിക്കാത്ത കാര്യങ്ങളെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, അച്ഛനാകുന്നതിന് മുമ്പ് ഈ ദൈവാനുഭവം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയണം. ചില ആൾക്കാരൊക്കെ പറയുന്ന പോലെയുള്ള ഇങ്ങനെ വലിയ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം അതുണ്ടോ എന്ന് അറിയണം. ഞാനൊരു ധ്യാനം കൂടാനായി പോയി. ഒരു കരിസ്മാറ്റിക് ടൈപ്പ് ധ്യാനമാണ്. അക്കാലത്ത് കേരളത്തിൽ ഒക്കെ കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ തന്നെ സഭയിൽപ്പെട്ട എന്നേക്കാളും ഒത്തിരി പ്രായവ്യത്യാസമൊന്നുമില്ലാത്ത 5-6 വയസ്സ് മാത്രം എന്നേക്കാൾ പ്രായം കൂടുതലുള്ള നാക്യം പറമ്പലച്ചനാണ് ആ ധ്യാനം നയിക്കുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സാണ് താൻ.
ഞാൻ അച്ഛൻ നടത്തിയ ധ്യാനത്തിൽ പങ്കെടുത്തു, പല കാര്യങ്ങളൊക്കെ കേട്ടു. ഒരു AM മാത്യു എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ഉണ്ട്, ചില ടീച്ചർമാരുണ്ട്, സാറുമാരുണ്ട്, അവരൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുമ്പോഴാണ് ഒരാൾക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് 24 മണിക്കൂർ നേരത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട് ആ ധ്യാനത്തിൻ്റെ അവസാനമാകുമ്പോൾ അച്ഛന്മാർ കൈവച്ച് പ്രാർത്ഥിക്കും, നിങ്ങൾ പരിശുദ്ധാത്മാവോട് നിറയുമെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അക്കാലത്ത് കോട്ടയിലേക്ക് നായ്ക്കമ്പറമ്പിലേച്ചൊക്കെ ധ്യാനം വളരെ ആഘോഷമായ ധ്യാനമാണ്. പ്രാർത്ഥനയ്ക്ക് പള്ളിക്കകത്ത് മുഴുവൻ പാകൊണ്ട് ഇരിക്കും, ആൾക്കാരുടെ മേലെ കൈവയ്ക്കും, ഓരോരുത്തരായി നിലത്ത് വീഴും. അങ്ങനെയൊക്കെയാണ് ആ ധ്യാനം മുന്നോട്ട് പോകുന്നത്. അവസാന ദിവസമായി ഞാനും പോയി മുട്ടുകുത്ത് നിന്നു, എൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ധ്യാനം കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് സന്തോഷത്തോടെ കൈയടിക്കുന്നു, അവർക്ക് കിട്ടിയ ആനന്ദത്തെക്കുറിച്ച് പറയുന്നു, രോഗം മാറിയ കാര്യം പറയുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഈ സാധാരണക്കാരായ ആളുകൾ വീട്ടിൽ നിന്ന് ജോലിയൊന്നും ചെയ്യാതെ 5-6 ദിവസം ഇരുന്ന് ഇങ്ങനെ കൈയടിച്ചപ്പോൾ ഉണ്ടായ എന്തോ തോന്നലാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും തീരുമാനമെടുക്കാനുമായി വന്നിരിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും ഈ അനുഭവം ദൈവം തരേണ്ടതല്ലേ. അങ്ങനെ ഞാൻ പോയതിനേക്കാൾ ഒരു പ്രത്യേക സംശയാവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്. ധ്യാനം കഴിഞ്ഞ് 2-ാം ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു മുറി, സെമിനാരിയിലെ ഒരു മുറി, ആ മുറിയാണ്. വേറെ പല മുറികളിൽ 7 കൊല്ലമായി 14ഓളം മുറികൾ താമസിച്ചിട്ടുണ്ട് ഞാൻ ആ കെട്ടിടത്തിൽ. എന്നാൽ ഈ മുറി ഇപ്പോഴും ഞാൻ ഓർത്തിരിപ്പുണ്ട്. ധ്യാനം കഴിഞ്ഞ് 2-ാം ദിവസം രാത്രിയിലും ഞാൻ എൻ്റെ കട്ടിലിൽ ഇരിക്കുകയാണ്, ലൈറ്റ് ഓഫാക്കിയിരിക്കുന്നു. ആ ദിവസങ്ങളിൽ പതിവുള്ളതുപോലെയുള്ള പ്രാർത്ഥന, ദൈവാനിക്ക് ദൈവാനുഭവം തന്നെ എന്നുള്ള പ്രാർത്ഥന ഞാൻ ആ കട്ടിലിരുന്ന് അന്നും ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പ്രലോഭനം പോലെ ഒരു സ്വരം എവിടെ നിന്ന് വരികയാണ്, നീ എത്ര നാളായി ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, വെറുതെ ഉപകാരശൂന്യമായൊരു പ്രാർത്ഥന, ദൈവാനുഭവം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പണ്ടേ കിട്ടേണ്ടതല്ലേ എന്നൊരു പ്രലോഭനം പോലെ ഒരു സ്വരം ഉണ്ടാകുകയാണ്. എവിടെ നിന്നാന്ന് എനിക്കറിയാൻ പാടില്ല, എൻ്റെ മനസ്സിലെവിടെയാണത്. ആ സ്വരം തീർന്നപ്പോഴും ഇരുട്ട് നിറഞ്ഞ മുറിയിൽ വലിയൊരു പ്രകാശം എവിടെ ഞാൻ കാണുകയാണ്. ആ പ്രകാശത്തിൽ നിന്ന് ചെറിയൊരു കിരണം എൻ്റെ മേൽ വരുന്നു. എൻ്റെ ശരീരം മുഴുവനും ആ പ്രകാശത്താൽ നിറയുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാനായിട്ട് തുടങ്ങി. എൻ്റെ ശരീരം മുഴുവനും ഭാരം കുറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ആ ദിവസങ്ങളിൽ പഠിച്ചൊരു പാട്ട് ഞാനിങ്ങനെ അറിയാണ്ട് പാടാൻ തുടങ്ങി. നമ്മുടെ കത്തോലിക്ക പാരമ്പര്യത്തിൽപ്പെട്ടൊരു പാട്ടല്ലത്, പക്ഷേ ഞാനിങ്ങനെ അറിയാണ്ട് ആ പാട്ടിങ്ങനെ പാടുകയാണ്. ആനന്ദമേ, എന്തൊരാനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ, ഈ പാർത്തലത്തിന് സൃഷ്ടികർത്താവ് എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. നിങ്ങൾ കേട്ടിട്ടുള്ളൊരു പാട്ടായിരിക്കും അത്. ഞാനിങ്ങനെ ആ പാട്ട് ആനന്ദമേ, എന്തൊരാനന്ദമേ എന്നുള്ളൊരു പാട്ടിങ്ങനെ അറിയാണ്ട് തന്നെ പാടുകയാണ്. എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു സന്തോഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് തോന്നി എനിക്കെന്തോ സംഭവിക്കാൻ പോവുകയാണെന്നും. അപ്പോൾ ഞാൻ അറിയാണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്ന്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു അത്. പിന്നീട് എനിക്ക് മനസ്സിലായി അതെൻ്റെ തോന്നലൊന്നും ആയിരുന്നില്ല, അത് എൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റമുണ്ടായി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിരുന്നു. ഒരു ദുഃഖപ്രകൃതി എനിക്കുണ്ടായിരുന്നു. ഈ അനുഭവത്തോടു കൂടെ അതെല്ലാം പൂർണ്ണമായി എന്ന് പറയുന്നില്ല, ഒരു വലിയ തോതിൽ മാറിക്കിട്ടുകയാണ്. എൻ്റെ പെട്ടെന്നുള്ള ദേഷ്യ, അസൂയം, ഞാനത് മാറ്റാൻ വേണ്ടി കുറേ വർഷങ്ങളായി ആത്മശോധനയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതെല്ലാം ഒരു പരിധിവരെ എന്നെ വിട്ടുപോവുകയാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഒരു പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അക്കാലത്ത് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി പ്രസംഗിക്കാറുണ്ട്. പ്രസംഗം കഴിയുമ്പോൾ ചില ആൾക്കാർ അതിനുശേഷം എൻ്റെ അടുത്ത് എന്ന് പറയും, ഇന്ന് അച്ഛൻ പ്രസംഗിച്ചത് എന്നോടാണ്, ഞാൻ ഏതൊരു പ്രശ്നത്തിന് ഉത്തരം അന്വേഷിച്ച് വന്നോ ആ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ചിലർ വന്ന് പറയാൻ തുടങ്ങി, പറഞ്ഞു, അന്ന് അച്ഛൻ ഒരു രക്തസ്രാവക്കാരിയുടെ കാര്യം പ്രസംഗിച്ചില്ലേ, എനിക്ക് അതേ രോഗമാണ് ഉണ്ടായിരുന്നത്, അതിനുശേഷം എനിക്കിതുവരെ ആ രോഗം ഉണ്ടായിട്ടില്ല. കൈയടിച്ച് കർത്താവിന് നമുക്ക് നന്ദിയും സ്തുതിയും പറയാം. അപ്പോൾ നാം എത്ര നല്ലവരാണെങ്കിലും, എത്ര വിശുദ്ധിയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിലും,
വലിയ പോരായ്മകളും ഒന്നും നമുക്കില്ലെങ്കിലും പ്രായപൂർത്തിയായി നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവ് കൊണ്ട് ഇതുപോലെ ജ്വലിക്കാനായിട്ട് ആരംഭിക്കണം. അത് അസാധ്യമായൊരു കാര്യമല്ല. നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ നമുക്ക് ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം മൗനമായി ഏറ്റുപറയുക. പൊതുവായി നമുക്കൊരു പാപമോചനം സ്വീകരിക്കാം. പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വ്യക്തിപരമായി കുമ്പസാരിച്ച് പരിശുദ്ധാത്മാവുമായി നിരപ്പായി തീരുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെല്ലാം ഇങ്ങനെ ഒരു ടാങ്കിൽ വെള്ളം പോലെ കിടപ്പുണ്ട്. അത് തീർച്ചയായും നമുക്ക് ലഭിക്കും. നാം പാവമെന്ന തടസ്സം മാറ്റിയാൽ മതി. ഏശയ്യാ 59 എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, പക്ഷേ നിന്റെ പാപം ഞാൻ എന്തോരം കൈ നീട്ടിയിട്ട് നിന്റെ മേൽ എൻ്റെ കൈ എനിക്ക് മുട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. നമുക്ക് നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാം. ഇവിടെയുള്ള കുട്ടികളെല്ലാവരും അവരുടെ വലതുകരൊന്ന് ഉയർത്തിപ്പിടിക്കുക. കുട്ടികളെല്ലാവരും അവിടെ വലതുകരൊന്ന് ഉയർത്തി, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉയർത്തിപ്പിടിക്കുക. അവർ ഞാൻ ചെറിയൊരു പ്രാർത്ഥന പഠിപ്പിക്കാം. ഇങ്ങനെ ചൊല്ലുക: പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എനിക്ക് അറിവും അനുസരണവും തരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എനിക്ക് അറിവും അനുസരണവും തരണമേ. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.